ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്ന് ഞാൻ നല്ലൊരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീറ്റ ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കനും വെജീസും പിന്നെ നല്ല ക്രീമി ആയിട്ടുള്ള സോസൊക്കെ മിക്സ് ചെയ്ത് ഫില്ലിങ് വെച്ചിട്ടുള്ള മിനി ചിക്കൻ പോക്കറ്റ് ഷവർമയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം പീറ്റ ബ്രെഡിൻ്റെ മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു നല്ല ക്ലീനായ ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് ഈ ഈസ്റ്റ് ഒന്ന് പുളിക്കാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം ഈസ്റ്റ് ഇങ്ങനെ പുളിച്ച് പൊങ്ങി വരും. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ മൈദ അളന്നെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഏകദേശം ഒരു 5 മിനിറ്റ് നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് തോന്നും, പിന്നീടത്തെ കുഴച്ച് വരുന്നേരം നല്ല സോഫ്റ്റായി കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം മൈദപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചതിന് ശേഷം അടച്ച് വെച്ച് ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഡബിൾ സൈസായിട്ട് വരും, അതുവരെ ഒന്ന് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ബ്രസ്റ്റ് പീസ് ചെറിയ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നല്ല ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മാക്സിമം ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി കിട്ടും. ബ്രസ്റ്റ് പീസാണ്, ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല. ഹാർഡായി പോർത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഈ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കൊരു സോസ് തയ്യാറാക്കണം. അതിനു വേണ്ടി 1 കപ്പ് പുളിയില്ലാത്ത തൈരിലേക്ക് 1 ടേബിൾ സ്പൂൺ തഹീനയും 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിലേക്കൊരു ഗാർലിക്കി ഫ്ലേവർ വേണമെങ്കിൽ 1 ഗാർലിക്ക് ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു വെളുത്തുള്ളിയുടെ ഫ്ലേവറും കൂടി കിട്ടും. ഇനി നിങ്ങൾക്ക് മയോണൈസ് ഇഷ്ടമാണെങ്കിൽ ഈ സോസിന് പകരം മയോണൈസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഒരു ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് ക്യാബേജ് പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസിൽ നിന്നും 2 ടേബിൾ സ്പൂൺ സോസും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ലൈമും ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ ഈ സോസിന് പകരം നിങ്ങൾക്ക് മയോണൈസ് വേണമെങ്കിൽ മയോണൈസ് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ മാവ് നല്ലപോലെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് പഞ്ച് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇനി വർക്ക് പ്ലേസിലേക്ക് ഒരല്പം മൈദ തൂക്കി ഇതൊരല്പം കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് കട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ന്യൂട്ടല്ലയുടെ മൂടി കൊണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. മിനി പോക്കറ്റ് ഷവർമയായതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈസേ വേണ്ടൂ. ചെറിയ ചെറിയ പോക്കറ്റ്സാണ് നമ്മൾ തയ്യാറാക്കുന്നത്.
ഒരുപാട് നേരിയതാവരുത്, ഏകദേശം ഈ ഒരു കനത്തിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോക്കറ്റ്സ് റെഡിയായി കിട്ടും. എല്ലാം പരത്തി കട്ട് ചെയ്ത് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മേലെ ഡ്രൈ ആയി പോവും. ഒന്നിക്കാൻ നല്ലൊരു തുണി കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവർ കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ഇനിയൊരു പാന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പീറ്റ ബ്രെഡ്സ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ 1 മുതൽ 1.5 മിനിറ്റ് വരെ വെക്കുക. അതിന് മുകളിൽ ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 1.5 മുതൽ 2 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെക്കുക. അതിനുശേഷം ഇതൊന്ന് തുറന്ന് തിരിച്ചിട്ടൊരു 30 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇതെടുത്തൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ പീറ്റ ബ്രെഡ്സും തയ്യാറാക്കി എടുക്കുക, എന്നിട്ട് ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ പീറ്റ ബ്രെഡ്സും സാലഡും സോസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പീറ്റ ബ്രെഡിൻ്റെ സൈഡിൽ ഇതുപോലെ ചെറിയൊരു കട്ട് കൊടുക്കുക. ഒരുപാട് വലിയ കട്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ചെറിയൊരു കട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സോസും പിന്നെ നിങ്ങളെ ഇഷ്ടാനുസരണം ഫില്ലിങ്ങും ചേർത്ത് അതിന് മുകളിലായിട്ടൊരു ഫ്രഞ്ച് ഫ്രൈസും വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഷവർമ പോക്കറ്റ്സും തയ്യാറാക്കി എടുക്കുക. ഈ ഒരു മാവിൻ്റെ ഈ ഒരു ക്വാണ്ടിറ്റി, ഞാനിപ്പം പറഞ്ഞ ക്വാണ്ടിറ്റി പ്രകാരം ഏകദേശം നമുക്കൊരു 25 ഷവർമ പോക്കറ്റ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടിപൊളി മിനി ചിക്കൻ ഷവർമ പോക്കറ്റ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.